ഹലോ, നമസ്കാരം. ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ എങ്ങനെയാണ് ഒരു സിംഗിൾ പിൻ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് പിന്നായിട്ടും ഗൂഗിൾ പേ വഴി എങ്ങനെ പർച്ചേസ് ചെയ്യും എന്നതിൻ്റെ ഒരു വീഡിയോ ആണിത്. ആദ്യം നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ആയിരിക്കണം. അതും കൂടാതെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മെനു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ബൈ പിൻ വയ റാസോർ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് വെച്ച് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും: ഡിജിറ്റൽ പിൻ, ആക്ടിവേഷൻ പിൻ. ഡിജിറ്റൽ പിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ആക്ടിവേഷൻ എന്നുള്ളതാണെങ്കിൽ ആക്ടിവേഷൻ വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് സിദ്ധി ഗലാങ്ക ടീ, രണ്ടെണ്ണമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ആരാണ് പിൻ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ പേര്, മൊബൈൽ നമ്പർ ചോദിക്കും. അത് ഇൻ കേസ് വല്ല ട്രബിളും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുക്കണം. ട്രബിൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് നമുക്ക് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് വല്ല റേഞ്ച് എറർ വല്ല ഇതും സംഭവിച്ചാൽ, കാരണം ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ഏരിയയിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പേ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്തു, ഓക്കെ അമർത്തി. അപ്പോൾ ഇനി ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നെറ്റ് ബാങ്കിങ് ഉണ്ട്, നമ്മുടെ ATM കാർഡ് വെച്ച് ചെയ്യാം, ഗൂഗിൾ പേ വഴി ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വാലറ്റ് ത്രൂ. അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് UPI ആണ്. UPIയിൽ ഗൂഗിൾ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിൽ എമൗണ്ട് ഇവിടെ കാണിച്ചു. എമൗണ്ട് കാണിച്ചതിന് ശേഷം നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ക്രെഡിറ്റ് ആവേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഓപ്ഷനാണ്. ഞാനിവിടെ ഫെഡറൽ ബാങ്ക് കൊടുത്തു, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. നേരെ ഗൂഗിൾ പേയിൽ നമ്മുടെ അവരവരുടെ പിൻ കോഡ്, ഗൂഗിൾ പേ പിൻ നിൽക്കുക. നല്ലോണം വെയിറ്റ് ചെയ്യണം ഈ സമയത്ത് ഒരിക്കലും ഒരു കോള് വരാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രബിൾ, റേഞ്ചിൻ്റെ എററോ ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് പോയിട്ട് ചിലപ്പോൾ പിന്ന് ജനറേറ്റ് ആയി വരില്ല. അപ്പോൾ വീണ്ടും നമ്മൾ കമ്പനിക്ക് വിളിച്ചിട്ട് റീഫണ്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ് ആണ്. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിൻ ജനറേറ്റ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. വെരി സിമ്പിളാണ്. ഏത് ഒരാൾക്കും, ഏത് പുതുതായി വന്ന ആളുകൾക്കും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചാൽ